ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ ആ കാരുണ്യം കൊണ്ട് നമുക്കിന്ന് എല്ലാവർക്കും ഒത്തൊരുമിച്ച് സത്സംഗത്തിലിരിക്കാൻ പറ്റി. ഇത് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തതായതുകൊണ്ടാണ്. കാരണം ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ നാളെ നമ്മൾ നാളെ കാണുമെന്ന് അറിയാം. എന്നാലും ഞാൻ വിചാരിച്ചു കൊട്ടിയൂരൊക്കെ പോയിട്ട് കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ നാളെ വരെ എടുത്തു വെക്കേണ്ട, ഇന്ന് തന്നെ തരാം എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും കൂടി ഒരു സത്സംഗമാവുകയും ചെയ്തു. നമുക്കൊരു നാമജപമായി ആ വിശേഷങ്ങൾ ഒക്കെ പറയാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ചത്. എന്തായാലും എത്തിച്ചേരാൻ പറ്റിയ എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നാരായണ നാരായണ.
ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ പിന്നെ എനിക്കിത് നോക്കണ്ടല്ലോ വെച്ചിട്ടാണ്. ഹരേ കൃഷ്ണ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊട്ടിയൂർക്ക് പോവാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അത് വരാത്ത കാരണം വന്നില്ല, അതുകൊണ്ടാണ് അറിയാഞ്ഞത്. കൊട്ടിയൂർ വിശേഷം പറഞ്ഞു. ഗുരുവായൂർ വിശേഷം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗുരുവായൂർക്ക് പോകുന്നത്. വേറെ ഞാൻ ലൈവിൽ ആരോടും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നാമം ജപിക്കുമ്പോഴല്ലേ സന്തോഷം. അപ്പോൾ ഒരുപാട് വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കുന്നേക്കാളും ഒറ്റയ്ക്കൊന്ന് ജപിക്കുക വെച്ചാൽ അത് ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് പറ്റാവുന്നിടത്തോളം നാമം ജപിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരുപാട് പേരെ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലുള്ളവരെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത്രയും അധികം ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എല്ലാവരുടെ സന്തോഷവും സ്നേഹമൊക്കെ അനുഭവിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പോയപ്പോഴും ധാരാളം പേരെ അങ്ങനെ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ വരെ കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് പന്തല്ലൂരിൽ നിന്ന് ഒരു ബസ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലരെയും കാണാനായിട്ട് സാധിച്ചു. അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അവിടെ ഗുരുവായൂരിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് കൊട്ടിയൂർ യാത്രയൊക്കെ അവർ തീരുമാനിച്ച് വെച്ചത് വിശദമായിട്ട് അറിഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് ആ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോയി അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ പോണേന് മുമ്പ് എന്താ ചെയ്യുക, അവിടെ ചെന്നാൽ കണ്ണൂർ ഇറങ്ങിയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ അതിനും ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണൂരുള്ളൊരു മോനെ പരിചയപ്പെട്ടു, അഭി. അപ്പോൾ അഭിയായിട്ട് ഞാൻ യാതൊരു വക കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഇനി അവിടെ ചെന്ന് എങ്ങനെയാണ് വണ്ടി അറേഞ്ച് ചെയ്യുക, അവിടെയുള്ള ആരെയും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ എൻ്റെ മൊബൈൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അഭിയുടെ നമ്പർ, അഭി കണ്ണൂരിൽ നിന്ന് കണ്ടേ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വേഗം അഭിയെ വിളിച്ച വഴി തന്നെ അഭി നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങൾക്ക് പോകാനായിട്ട്. അത് ശരിക്കും അത് പറയാൻ ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഒരു സ്നേഹവും കരുതലും നമ്മളോട് ആ ഒരു കാരണം നമ്മൾ എത്രയോ കാര്യമായിട്ട് വിളിക്കുക, കാലങ്ങൾക്ക് ശേഷം വിളിക്കുകയാണെങ്കിലും നിത്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ട അതേപോലെയുള്ളൊരു ഭാവമായിരുന്നു അവർക്കൊക്കെ. അതേ സ്നേഹവും കരുതലും എന്തുണ്ടെങ്കിലും വിളിക്കണം എന്ന് പറയലും അത് നമുക്ക് ആ കണ്ണൂരുകാരുടെ സ്നേഹം എടുത്ത് പറയാണ്ട് വയ്യാട്ടോ. ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാവരും അത്രയും സ്നേഹമുള്ളവരായിരുന്നു. എന്ത് കാര്യത്തിന് നമ്മൾ പറയായാലും അവർ അത്രയും സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നല്ലൊരു ഡ്രൈവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിലൊരാൾ, ഇപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് 6 പേര്. 6 പേരിലൊരാൾ, 7ാമതൊരാളും കൂടിയും ഞങ്ങളുടെ കൂടെ എന്നുള്ള അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യം അറിയണ ഒരാളായ കാരണം എല്ലാ കാര്യവും പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയത് ചെറുകുന്നിൽ അമ്മയുടെ അടുത്തേക്ക്, അവിടേക്കാണ്. നമ്മളൊക്കെ എന്നും വീട്ടിൽ അരി വയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞു തരാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആ ഒരു 2 മണി അരിയിട്ട് ഇങ്ങനെ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് അരി പിടിച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് 3 വലം ഇങ്ങനെ കലത്തിനെ വയ്ക്കും. ചെറുകുന്നിലമ്മേ ഒരു കുന്ന് ചോറ് എന്ന് പറഞ്ഞിട്ട് 3 വലം വച്ചിട്ട് 2 മണി അരി ഇടും. അതിന് ശേഷമാണ് ബാക്കി ആ അരി ഇടുള്ളൂ. അങ്ങനെ ആ ചെറുകുന്നിലമ്മയുടെ അടുത്തേക്കാണ് ആദ്യം പോയത്. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുടെയൊക്കെ ഐതിഹ്യമൊക്കെ ഞാനിവിടെ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ചെറുകുന്നിലമ്മയുടെ ഐതിഹ്യം എങ്ങനെ നോട്ട് ചെയ്യാൻ അത് നേരം കിട്ടിയില്ല എനിക്ക്. അപ്പം അതിൻ്റെ ഐതിഹ്യം പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ പറഞ്ഞു തരാം. അതായത് അന്നപൂർണേശ്വരിയാണ്. ചുരുക്കമായിട്ട് അറിഞ്ഞത് എന്താ വെച്ചാൽ അന്നപൂർണേശ്വരിയാണ് ഭഗവതി. അന്നപൂർണേശ്വരിയായിട്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരി തന്നെ ലക്ഷ്മിയും ഇങ്ങനെ സരസ്വതിയും അതുപോലെ പാർവതിയും കൂടിയിട്ടിങ്ങനെ അവരും നമ്മളൊക്കെ ഇങ്ങനെ പോണ പോലെ അവരും ദേശസഞ്ചാരത്തിന് പോകത്രേ. അപ്പോൾ ദേശസഞ്ചാരത്തിന് പോയപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ വളരെയധികം വിഷമിക്കുന്ന കുറച്ച് ഭക്തരെ കണ്ടു. ശിവഭക്തരെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നത് കണ്ടു. അപ്പോൾ അവിടെ നിന്നിട്ട് അന്നപൂർണേശ്വരിയുടെ അമ്മയുടെ ഒരു കയ്യിൽ ചട്ടുകം പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണെന്നാണ് പറയണത്. എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്ന ഒരു ഭാവത്തിൽ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഈ വണ്ടി അല്പം നേരം വൈകിയ കാരണം കൊണ്ട് അവിടെ ശരിക്കും 12:45 നട തുറന്നാൽ അപ്പം തന്നെ അടയ്ക്കും. അങ്ങനെയാണ്
പക്ഷേ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അകത്ത് വിളക്ക് കണ്ട് തൊഴാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും പ്രസാദമൊട്ടുണ്ട്. അമ്മ തന്നെയാണ് അവിടെ നമുക്ക് ഭക്ഷണം വിളമ്പിത്തരിക എന്നാണ്. അവിടെ നമുക്ക് ഭക്ഷണം തരണത് നമ്മളുടെ മുമ്പിൽ പലരാണെന്ന് തോന്നുകയാണെങ്കിലും അവിടെ ഓരോ ഭക്തനും ആഹാരം കൊടുക്കുന്നത് ചെറുകുന്നിലെ അമ്മ തന്നെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രസാദൂട്ട് വളരെ പ്രധാനം തന്നെയാണ്. ഊണ് കഴിച്ച എല്ലാവരും പറഞ്ഞു ഇത്രയും സ്വാദുള്ളൊരു ഊണ് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന്. ഒരു സാമ്പാറും ചോറും ഒരു കായം പയറേരിശ്ശേരി ഉണ്ടായുള്ളൂ. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇത്ര സ്വാദോടുകൂടി ഊണ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അമ്മയുടെ ആ കൈകൊണ്ട് തന്നെയാണ് അമ്മ വിളമ്പിത്തരുന്നത്. നമ്മുടെ അമ്മമാരെന്നെ നമുക്ക് വിളമ്പിത്തരുമ്പോൾ എന്തൊരു സ്വാദാണ് അല്ലേ, ആ സ്നേഹത്തിൻ്റെ. അപ്പോൾ സാക്ഷാൽ ഭുവനങ്ങളുടെ മുഴുവൻ അമ്മയായിട്ടുള്ള ഭുവനേശ്വരിയുടെ കൈകൊണ്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മധുരം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പോയത് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. നമ്മൾ മുത്തപ്പൻ്റെ അമ്പലം കേട്ടിട്ടുണ്ട് പറശ്ശിനിക്കടവ് പോകുന്നത്. അപ്പോൾ മുത്തപ്പൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയുമോ ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ അറിയുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത് മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു തരാം. എന്താ വെച്ചാൽ അവിടെ ആ ഭാഗത്തൊരു അമ്മയ്ക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ട് വളരെയധികം വിഷമിച്ച് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് ഭഗവാൻ ആ അമ്മയെ അനുഗ്രഹിക്കാനും അതേ സമയത്ത് തന്നെ അത്ര അർജുനൻ്റെ അഹന്ത തീർക്കാനുള്ള ഒരു ഭാവത്തിൽ. അപ്പോൾ വേടൻ്റെ വേഷത്തിൽ വേടനും വേടത്തിയായിട്ട് വന്നു. എന്നിട്ട് അർജുനൻ്റെ അഹന്ത തീർത്ത ആ സമയത്ത് അവിടെ ആ ഭഗവാൻ മഹാവിഷ്ണുവും അതുപോലെ ബ്രഹ്മാവും ഒക്കെ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ നമസ്കരിച്ചു അത്രേ. മഹേശ്വരനെ നമസ്കരിച്ചു. അപ്പോൾ ആ ഭഗവാന്റെ ആ തേജസ്സോടുകൂടി ശൈവ തേജസ്സോടു കൂടിയിട്ടുള്ളൊരു വൈഷ്ണവ കുഞ്ഞാണ്. അപ്പോൾ അവിടെ ശൈവവും വൈഷ്ണവും ഇപ്പോൾ മുത്തപ്പൻ്റെ അവിടെ ചെന്നാൽ അറിയാം 2 വിധത്തിലുള്ള കോലം കെട്ടിയിട്ട് 2 ഉണ്ട്. അതിന് മുത്തപ്പനും തിരുവപ്പനും അങ്ങനെയാണ് പറയണേ. അപ്പോൾ അത് ഒരെണ്ണം ശിവനും ഒരെണ്ണം വൈഷ്ണവ ഭാവമാണ്. അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ബ്രാഹ്മണക്കുട്ടിയാണെങ്കിലും ഈ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബ്രാഹ്മണരുടേതായ യാതൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം വേടൻ്റെ കുഞ്ഞല്ലേ. അപ്പോൾ അവർക്ക് എന്താ, കാട്ടാളന്മാർക്ക് എന്താ വേട്ടയാടിയിട്ട് കഴിക്കുക. അപ്പോൾ പുഴയിൽ അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് വേട്ടയാടി മത്സ്യത്തിനെ പിടിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുക. അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമായി. എന്നിട്ട് അമ്മ ഈ കുട്ടി ആറ്റിനൊത്തുണ്ടായ ഒരു കുഞ്ഞാണ്. നമ്മൾ കുറേയൊക്കെ ക്ഷമിക്കും. അവസാനം അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് കുഞ്ഞിൻ്റെ അടുത്ത്. അപ്പോൾ ആ കുഞ്ഞ് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് ക്രോധാഗ്നി ഇങ്ങനെ വരണാണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞു കണ്ണടയ്ക്കൂ മകനെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത്ര ഈ കണ്ണ് മൂടി കെട്ടിയിട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൽ നമ്മൾ ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ കണ്ണ് മൂടി കെട്ടിയിട്ടുള്ളതാണ് കാണുക. അപ്പോൾ വൈഷ്ണവ തേജസ്സായിട്ട് തിരുവപ്പനും മറ്റേത് മുത്തപ്പനും അങ്ങനെ 2 ഭാവത്തിലാണ് അവിടെ കാണണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കാട്ടാള ഭാവത്തിലായതുകൊണ്ട് നായയാണ് അദ്ദേഹത്തിൻ്റെ മുത്തപ്പൻ്റെ വാഹനമായിട്ട് പറയണത്. അതുകൊണ്ട് ധാരാളം നായ്ക്കളാണ് അവിടെയുള്ളത്. അവിടെയൊക്കെ നിറയെ നായ്ക്കളുടെ പ്രതിമകളൊക്കെ വച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുണ്ടെങ്കിൽ നായ്ക്കളുടെ പ്രതിമകളൊക്കെ വയ്ക്കുക, അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നത് ഒരു 3 മണി നേരത്തെ 2:15 ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ 3 മണിക്ക് അവർ അവിടെ നട തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം തിരക്കുള്ളത് കൊണ്ട് എല്ലാ ദിക്കിലേക്കും പോകേണ്ടതെന്നുള്ളത് കൊണ്ട് ബാക്കി ഒന്നും അവിടെ വെളിപാടായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ അവിടെ വേഗം 3 മണിക്ക് തന്നെ നട തുറന്നപ്പോൾ തൊഴുത്. അപ്പോൾ ഉള്ളിലുള്ള നമ്മൾ കാണുന്ന ആ രൂപം തന്നെയാണ് ഉള്ളിലെ പ്രതിഷ്ഠയും. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലേ, മുത്തപ്പനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേ രൂപത്തിൽ തന്നെയാണ് അവിടെ പ്രതിഷ്ഠയുള്ളത്. അങ്ങനെ അവിടെ തൊഴുത് അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ പോയത് വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോയത്. കാഞ്ഞിരങ്ങാട് വിശ്വനാഥ ക്ഷേത്രം. ആ വിശ്വനാഥ ക്ഷേത്രം വെച്ചാൽ അതിന് മനോഹരമായിട്ടുള്ള കഥയാണ് പറയുന്നത്. വിശ്വനാഥൻ ഹാലാഹല വിഷം കഴിച്ച ഭഗവാൻ. ഹാലാഹല വിഷം കഴിച്ചപ്പോൾ ഈ ശ്രീ പാർവതീദേവി ഒരു ആത്മലിംഗം അതായത് ഭർത്താവിനെ തന്നെ തൻ്റെ ആത്മാവിൽ നിന്ന് ആവാഹിച്ചെടുത്തൊരാത്മലിംഗത്തിൽ പൂജ ചെയ്യാറുണ്ട്. മഹാദേവനെയാണ് പൂജിക്കുക പാർവതി എപ്പോഴും. പാർവതി ആദ്യമേ മഹാദേവനെ തന്നെയായിരുന്നല്ലോ പൂജിച്ചിരുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ. അങ്ങനെ പൂജയിൽ സംപ്രീതനായിട്ട്
അനുഗ്രഹിച്ച് പിന്നെയാണല്ലോ പാർവതി പരിണയമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ആത്മലിംഗം ഉണ്ടായിരുന്നു. ആ ആത്മലിംഗത്തിൽ ശിവപാർവതിമാർ വെള്ളം, പാല്, അതായത് ആ ആത്മലിംഗത്തിലേക്കാണ് ഈ വിഷം ആവാഹിച്ചു വച്ചിട്ട് അതിനെ വിഷം ഉള്ളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പാല് കൊണ്ടും വെള്ളം കൊണ്ടും ധാര ചെയ്തിട്ട് മഹാദേവനെ പൂജിച്ചു. അങ്ങനെയുള്ള ആ ലിംഗം ഭൂമിയിൽ ഈ ഒരു സ്ഥലത്താണ് പിന്നീട് സ്വയംഭൂവായിട്ട് ഇവിടെ കാഞ്ഞിരങ്ങാട് വിശ്വനാഥ ക്ഷേത്രം എന്നാണ് പറയണത്. അവിടെ സ്വയംഭൂവായിട്ടാണ് അവിടെ വന്നത്. പിന്നീട് ഒരിക്കൽ ദ്വാദശാദിത്യന്മാരെന്നിട്ട് നമ്മൾ കാണുന്ന സൂര്യൻ ഒരു സൂര്യനാണല്ലോ, അങ്ങനെ 12 സൂര്യന്മാരുണ്ടെന്നാണ് പറയണത്. അവരെ ദ്വാദശാദിത്യന്മാരെന്ന് പറയുന്നുണ്ട്. അതിലൊരാദിത്യന് ഇതുപോലെ രോഗം ഉണ്ടായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാഞ്ഞിരങ്ങാട് ഉള്ള സ്ഥലത്ത് ഈ സ്വയംഭൂവായിട്ട് വന്നിട്ടുള്ള ഈ മഹാദേവനെ പൂജിച്ചിട്ട് രോഗം മാറിയതായിട്ടുള്ള കഥയുണ്ട്. പിന്നെ പലർക്കും അത് ഒരു അനുഭവമായിട്ടുണ്ട്. അവിടെ വന്ന് ഇങ്ങനെ ഒരു കഥ പിന്നീട് നാരദർ ഒരിക്കൽ അവിടെ വന്നിട്ടാണ്, നാരദരാണത്, അല്ല പരശുരാമനാണ് അവിടെ വന്നു. പരശുരാമൻ വന്നിട്ട് ഈ വിഗ്രഹം കണ്ടെടുത്തപ്പോൾ നാരദർ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെ രോഗങ്ങൾക്ക് മാറാൻ ഏറ്റവും നല്ലതാണ്, ആദിത്യൻ്റെ രോഗം മാറിയിട്ടുണ്ട്, അതുപോലെ പാർവതീദേവി പൂജിച്ച ആത്മലിംഗമാണ് ഇതൊക്കെ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ ഒരു പവിത്രതയോട് കൂടിയിട്ട് പരശുരാമനാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പരശുരാമൻ അവിടെ ചെല്ലാനായിട്ട് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, പരശുരാമൻ ഈ ഒരു ഭസ്മാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ആ അസുരൻ്റെ മകനായിട്ട് കാരസ്കരാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അസുരനെ ശല്യം കൊണ്ട് എല്ലാവർക്കും അവിടെ ചെന്ന് തപസ് ചെയ്യണവരൊക്കെ ഇങ്ങനെ ശല്യം ചെയ്തപ്പോൾ അവർ പരശുരാമനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പരശുരാമൻ വന്നിട്ട് അവരെ ആ അസുരനെ വധിച്ചു. ആ അസുരൻ അവിടെ ഒരു കാഞ്ഞിരമരമായിട്ട് എപ്പോഴും ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. അതിൽ ആ കാഞ്ഞിരമരത്തിന് ഒരു ദിവസത്തിൽ ആ കാഞ്ഞിരമരത്തിലെ ഇല കടിച്ചാൽ കയ്ക്കില്ല, മധുരമാണ് എന്നൊരു ഇത് പറയണ്ടേ. അവിടുത്തെ ബാക്കി എല്ലാ കാഞ്ഞിരമരത്തിനും കയ്പുണ്ട്, പക്ഷേ ഇവിടുത്തെ ആ കാഞ്ഞിരമരം കയ്ക്കില്ല, അതിൻ്റെ ഇല കടിച്ചാൽ മധുരമാണ്. അത് എല്ലാ ദിവസവും എന്ന് പറയണില്ല, ഏതോ ഒരു പ്രത്യേക ദിവസം പറഞ്ഞു, അത് അന്നാണ് അത് കാഞ്ഞിരത്തിൻ്റെ ഇല മധുരിക്കത്രേ. അങ്ങനെ ആ വധം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ശൈവ തേജസ് കണ്ടിട്ട് അന്വേഷിക്കുമ്പോഴാണ് ഈ ആത്മലിംഗം കിട്ടിയത്. അങ്ങനെ പ്രതിഷ്ഠിച്ചതാണ്. അവിടെ വൈദ്യനാഥനാണ്. ഏതു രോഗത്തിനും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല എന്നാണ് പറയുക. നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും ശരി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അവിടെ പറയണു. അങ്ങനെയുള്ള ആ വൈദ്യനാഥ ക്ഷേത്രത്തിൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ 3 മണിയായി അവിടെ ചെന്നപ്പോൾ. ഞങ്ങൾ എന്നിട്ട് അവിടെ ഭഗവാൻ 5:30 വരെ അവിടെ ഇരുത്തി. അല്ല 3:30 കഴിഞ്ഞ് 3:45 ഇവിടുന്ന് അങ്ങോട്ട് 3 മണിക്ക് തൊഴുത് ഒരു 3:45 അവിടെ എത്തി. ഒരു 5:30 വരെ, 5:30ക്കേ നട തുറക്കുള്ളൂ എന്ന്. അപ്പോൾ 5:30 വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ആ സമയം മുഴുവൻ വലിയ ക്ഷേത്രമാണ്, വളരെ വലുതാണ് ആ ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാളും വലിയ വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി വെള്ളം എനിക്ക് കൊണ്ടുവന്നോളൂ കേട്ടോ. ഗുരുവായൂരിനേക്കാളും വലിയ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു ആ ക്ഷേത്രത്തിൻ്റെ. അതിലുണ്ട്, തോന്നലല്ല, ശരിക്കും ഉണ്ട്. അത്ര വലിയതാണ്. അങ്ങനെ 1 കിലോമീറ്ററോളം വരും അതിൻ്റെ ചുറ്റളവെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ തോന്നി നിർത്താണ്ട് പ്രദക്ഷിണം വയ്ക്കാം നട തുറക്കണ വരെയെന്ന്. അപ്പോൾ കസാരകളൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട്. കാരണം ഈ യാത്രയൊക്കെ പോണവരെ എല്ലാവരും അവിടെയും ചെന്ന് തൊഴുണ്ട്. അവിടെ തൊഴുമ്പോൾ ഈ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം, അതുപോലെ തൃച്ചംബരം ക്ഷേത്രം, ഈ 3 ക്ഷേത്രത്തിലും ഒരുമിച്ച് തൊഴണത് വലിയ അത് ഏറ്റവും നമ്മൾ നാലമ്പലമൊക്കെ തൊഴുമല്ലോ അതുപോലെയാണ് അത്രേ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തൊഴണമെന്നാണ് ഇവിടെ ഈ 3 സ്ഥലത്ത് ഒരുമിച്ച് തൊഴുക. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാവും, രോഗശാന്തിക്കൊക്കെ നല്ലതാണ്, അങ്ങനെയാണ് പറയണത്. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ കൊട്ടിയൂർ പോണവരൊക്കെ ഇവിടെയൊക്കെ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാൻ കസാരകളുണ്ട്. അപ്പോൾ എന്തോ ഒരു ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടോ മഹാദേവൻ്റെ ആ കാരുണ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, അത്രയും സമയം പ്രദക്ഷിണം വയ്ക്കാൻ തോന്നി. അതൊരു നല്ല അനുഭവമായിരുന്നു. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല. അങ്ങനെ
ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അവിടുത്തെ ഓരോ തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ നടയിലെത്തുമ്പോഴും ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ശരിക്കും. അതെ, അവിടുത്തെ അതുപോലെ അവിടുത്തെ ഒരു കുളമുണ്ട്, ശരിക്കും അവിടെ മുങ്ങി കുളിക്കണം എന്ന് ഒരുപാട് മോഹിച്ചു ഞാൻ. പോണ ഒരു നമ്മൾ വണ്ടിയിലൊക്കെയല്ലേ തിരിച്ചു പോരണേ, അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അത് നടന്നില്ല. അവിടെ ശരിക്കും അത് തീർത്ഥക്കുളമാണ് അത്രേ. ആ തീർത്ഥം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മരുന്നാണെന്നാണ് പറയുന്നത്. മരുന്നിൻ്റെ തീർത്ഥക്കുളമെന്ന് പറയുന്നത്. തെളിവെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണുനീര് പോലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെള്ളമാണ്. ആ തീർത്ഥത്തിൽ ഇറങ്ങി മുങ്ങാൻ സാധിക്കുക വെച്ചാൽ അത്രയും ഒരു ഭാഗ്യമാണ്. അപ്പോൾ അവിടെ ചെന്നവരൊക്കെ ആ തീർത്ഥത്തിൽ ഇറങ്ങി മുങ്ങിയാൽ സർവ്വരോഗ സംഹാരിയായിട്ടുള്ള തീർത്ഥക്കുളമാണെന്നാണ് പറഞ്ഞത്. മുങ്ങാൻ അത്രയും കൊതിച്ചു പോയിട്ടോ, ശരിക്കും അത്രയുമായിരുന്നു. എന്തോ അതിനുള്ളൊരു സുഹൃതം എത്തിയിട്ടില്ലാത്തത് കൊണ്ട് അവിടെ മുങ്ങാൻ സാധിച്ചില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഒരു സുഹൃതം നമുക്ക് എത്തിച്ചിട്ടില്ല, ഇല്ലാത്തത് കൊണ്ട് അവിടെ മുങ്ങാൻ സാധിച്ചില്ല എന്നേ പറയാൻ പറ്റില്ല. എന്തായാലും ആ ജലത്തിൽ നിന്ന് ആ വെള്ളം എടുക്കാനും അത് ശിരസിൽ അർപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അങ്ങനെ വലിയ മനോഹരമായിട്ടുള്ള വലിയ കോട്ട പോലത്തെ വലിയ ക്ഷേത്രമാണ്. ശരിക്കും ഒരു തവണയെങ്കിലും നമുക്ക് എല്ലാവർക്കും കാണേണ്ട അത്രയ്ക്കും വലിപ്പമുണ്ട് ആ ക്ഷേത്രത്തിന്. അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൽ കാഞ്ഞിരങ്ങാട് വിശ്വനാഥ ക്ഷേത്രം. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് തൃച്ചംബരത്തേക്കാണ്. തൃച്ചംബരം അവിടെ ചെന്നാൽ അവിടെ അതെ, ഞങ്ങൾ ചെന്ന സമയത്ത് ദീപാരാധനയ്ക്ക് നട അടയ്ക്കാറായി, വേഗം വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തൃച്ചംബരത്ത് ഉള്ളത് കൃഷ്ണനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് തൃച്ചംബരത്തുള്ളത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ തൃച്ചംബരം എന്ന് വെച്ചാൽ അവിടെ ആ പേര് വന്നത് മഹർഷീശ്വരൻ്റെ പേര് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് ഞാൻ ഓർത്തതായിരുന്നു. ഒരു പേരുണ്ട് മഹർഷീശ്വരൻ്റെ, ഗുരുവായൂരപ്പ, ഞാൻ ആ പേര് മറന്നു. അപ്പോൾ ആ മഹർഷി അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്തത് കൊണ്ടാണ് ആ തൃച്ചംബരം എന്നുള്ള പേര് വന്നത് എന്ന് പറയണ്ടേ. ഞാൻ പിന്നെ ഓർമ്മ കിട്ടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ പേര്. എൻ്റെ കയ്യിൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു മഹർഷീശ്വരൻ തപസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തിനാണ് തപസ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം തപസ് ചെയ്ത് എനിക്ക് കൃഷ്ണലീലകൾ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അത്ര തപസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഭഗവാൻ ആ കൃഷ്ണലീലകൾ ബാലലീലകൾ മുഴുവൻ കാണണം എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ബാലലീലകളെ മുഴുവനും കാണിച്ചു കൊടുത്ത സ്ഥലമാണ് തൃച്ചംബരം. പിന്നീട് ഒരു ബ്രാഹ്മണ സ്ത്രീയും ഇതുപോലെ ആ ഭഗവാന്റെ ആ ലീലകൾ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. യഥാർത്ഥത്തിൽ അവിടുത്തെ ആ പ്രതിഷ്ഠയുടെ ഭാവം എന്താണെന്ന് വെച്ചാൽ കംസനെ കൊന്ന് വന്ന് നിൽക്കണ ആ ഒരു കൃഷ്ണൻ്റെ ക്രൗര്യം നിറഞ്ഞ ഭാവമാണെങ്കിലും ഈ ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അവിടെ ആനയൊന്നും ഉള്ള എഴുന്നള്ളിപ്പില്ല അത്രേ. കാരണം ആനയെ കണ്ടാൽ കണ്ണന് കൂലയാ, ഇവിടുത്തെ ഓർമ്മ വരും, അപ്പോൾ ദേഷ്യം വരുത്തറേ. അപ്പോൾ അതുകൊണ്ട് ആന എഴുന്നള്ളിപ്പില്ല അവിടെ, അല്ലാണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബലരാമക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ ബലരാമക്ഷേത്രം ശരിക്കും വളരെ മഹത്വമാണ്. തിടമ്പ് നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൃത്തം തൃച്ചംബരത്താണ്. രാമനും കൃഷ്ണനും കൂടിയിട്ട് ഇങ്ങനെ തിടമ്പ് നൃത്തം കളിക്കണതും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കണ്ണൂർ, കുറച്ചങ്ങോട്ട് പയ്യന്നൂർക്ക് പോണ വഴിക്ക് മറ്റൊരു ക്ഷേത്ര, അവിടെ ഒരു ഗോത്രവർഗ്ഗ യാദവരുടെ തന്നെ ഒരു വംശജരുണ്ട് അവിടെ. അവസാനം കൃഷ്ണനെയും രാമനും കളിക്കണോർത്തൊന്നും വരില്ല. ഈ തിടമ്പ് നൃത്തം അങ്ങനെയാണ്. വരാണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടം നിറച്ച് പാലായിട്ട് ഈ കൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൃഷ്ണന് പാല് കണ്ടാൽ കൊതിയായിട്ട് ഈ പാലിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഈ പാല് തലയിൽ വെച്ച് പിന്നാക്കം നടന്ന് കൃഷ്ണനെ ആ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുവരുള്ളത്. അത് കളിക്കാൻ തുടങ്ങിയ രാമനും കൃഷ്ണനും വരില്ല അത്ര. അങ്ങനെ മനോഹരമായ കഥകളുണ്ട് തൃച്ചംബരത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ അവിടെ ആ തൃച്ചംബരം ക്ഷേത്രത്തിലും പോയി തൊഴുതു. അതിന് ശേഷം അവിടെ നിന്ന് നേരെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പോൾ തൃച്ചംബരത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബ്രാഹ്മണ സ്ത്രീകളുടെ അപ്പനിവേദ്യം അതൊരു വളരെ പ്രത്യേകതയാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചാകുമ്പോൾ കുളിച്ചിട്ട് 2 മണിക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് അപ്പം തന്നെയാണ് അരി വെള്ളത്തിലിടുക. അരി വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് കുതിരും. അത് ഇടിച്ച് അങ്ങനെ അരിപ്പൊടി ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കലാണ്. 1000 അപ്പമൊക്കെ ഒരു ദിവസം ഉണ്ടാക്കും എല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് ഭഗവാന് നിവേദ്യമാണ്. ആ അപ്പത്തിന് നല്ല സ്വാദാണ് ആ അപ്പത്തിന്. എല്ലാവർക്കും ഞാൻ കുറച്ച് അപ്പം എനിക്ക് കിട്ടിയത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു ശരിക്കും.
അപ്പോൾ അവിടെ നിന്ന് നമുക്കറിയില്ല, അവിടെ പരിചയമുള്ളവരാരും ഇല്ലാത്ത കാരണം. പക്ഷേ ഭഗവാൻ ആ ഒരു ഇച്ഛ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് എന്നെ തൃച്ചംബരത്ത് കൊണ്ട് തൊഴിയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരേടത്തി ഉണ്ടായിരുന്നു, രാധേടത്തി. അപ്പോൾ ഞങ്ങൾ ആദ്യം രാധേ എന്നുള്ളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയതായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ രാധേടത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഏടത്തി എപ്പോഴും പറയും വരൂ ഞാൻ കൊണ്ടുപോകാൻ സുദർശനെന്ന് പറയും. അപ്പോൾ തൃച്ചംബരത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏടത്തിയെ വിളിച്ചു പറഞ്ഞു, ഏടത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തൃച്ചംബരത്തേക്ക് ഞാൻ പോകുക കേട്ടോ എന്നത് പറയണമല്ലോ നമുക്ക്, ഏടത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഏടത്തി പറഞ്ഞു അവിടെ മീര ഉണ്ട് കേട്ടോ, നമ്മളുടെ കൃഷ്ണകുടുംബത്തിലെ മീര അവിടെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്, മീരയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മീരയെ വിളിച്ചപ്പോൾ മീര വേഗം മീരയും ഹസ്ബൻഡും കൂടിയിട്ട് വന്ന് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടെ വന്നു അവിടെ രാജരാജേശ്വരൻ വെച്ചാൽ മഹാദേവനാണ്. ആ മഹാദേവ ക്ഷേത്രമാണ്, സാക്ഷാൽ മഹാദേവൻ. അവിടെ ശങ്കരനാരായണ ഭാവമാണ് അത്ര, ശിവനും ഉണ്ട് വിഷ്ണു ഉണ്ട് അവിടെ, ശങ്കരനാരായണ ഭാവമാണ്. അതിനും ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ആ പാർവതീദേവി ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി മഹാദേവനെ വണങ്ങാനായിട്ട്. അപ്പോൾ ആ ഭഗവതി വരുണുമായി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ അത്ഭുതം കണ്ടിട്ട് ക്ഷേത്രം ദർശിക്കാനാണോ എന്തോ മഹാലക്ഷ്മി വരികയാണ്. അപ്പോൾ മഹാദേവൻ ഇത് മുൻകൂട്ടി അറിഞ്ഞപ്പോൾ ലക്ഷ്മി ഉണ്ടായാൽ ഐശ്വര്യം വേണ്ടതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ അവിടെ ഇരുന്നു. അപ്പോൾ തൻ്റെ പതി തന്നെയാണല്ലോ എന്നിട്ട് വേഗം മഹാലക്ഷ്മീൻ്റെ എന്ന് അടുത്തിരുന്നു അത്രേ. അപ്പോൾ അടുത്തിരുന്ന വഴി മഹാലക്ഷ്മിക്ക് മനസ്സിലായി ഇത് മഹാദേവനാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ കഥ മഹാവിഷ്ണുവിന് മനസ്സിലാക്കിയിട്ട് മഹാവിഷ്ണു വേഗം അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും ലക്ഷ്മി അവിടെ ഇരുന്നതല്ലേ, ഇനി ആ ഒരു ഭാവത്തിന് മാറ്റം വരണ്ടാന്ന് വെച്ചിട്ട് തൻ്റെ പാതിയും കൂടി അങ്ങോട്ട് ചേർത്തു. അപ്പോൾ അവിടെ ശങ്കരനാരായണനും ഉണ്ട്, ലക്ഷ്മി പാർവതിയും, രണ്ട് പേരും കൂടിയിട്ടാണ് അവിടെ. ലക്ഷ്മിയുണ്ട്, പാർവതിയുണ്ട്, ശങ്കരനാരായണനും ലക്ഷ്മിയും പാർവതിയും കൂടിയിട്ടാണ് അവിടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു തന്ന കഥകളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് സ്ത്രീകളെ 7 മണിക്ക് ശേഷം, അവിടെ ആദ്യമൊക്കെ 8 മണിയായിരുന്നു, അപ്പോൾ 7 മണിക്ക് ശേഷം സ്ത്രീകളെ കടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ സ്ത്രീകൾക്ക് ആ സമയത്ത് തൊഴാൻ പാടുള്ളൂ, അതുവരെ ഉള്ളിൽ കടക്കാൻ പാടില്ല. കാരണം പകലൊക്കെ ഭഗവാൻ ധ്യാനത്തിലിരിക്കുകയായിരിക്കും ഇത്രേ മഹാദേവൻ. അപ്പോൾ സ്ത്രീകൾക്കൊന്നും പ്രവേശനമില്ല അവിടെ. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് പാർവതി ഭാവത്തോട് കൂടിയിട്ട് സാക്ഷാൽ ആ ശങ്കരനാരായണനും ലക്ഷ്മി പാർവതി ഭാവം രണ്ടും എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഐക്യത്തിലാണ് അവിടെ ഇരിക്കുക. അപ്പോൾ ആ സമയത്താണ് അപ്പോൾ നമുക്ക് നെയ്യ് നിറച്ച കുംഭം കൊണ്ട് പോയിട്ട് ഭഗവാനെ വണങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിതാ അവിടെ ചെന്നിട്ട് വെള്ളിയുടെ ഇതാണ് ഞങ്ങളെടുത്ത്, വെള്ളി പാത്രത്തിൽ നെയ്യ് വാങ്ങിയിട്ട് നിറച്ചിട്ട് അപ്പം ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ അത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ കൊണ്ടുപോകണവർക്ക് ക്യൂ ഒന്നും നിൽക്കണ്ടാന്ന്. അത് ഒരു ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയായിട്ട് തോന്നിയിട്ടോ. കാരണം ഞങ്ങൾക്കിനി അവിടുന്ന് കൊട്ടിയൂർ എത്തേണ്ടതാണ്. കൊട്ടിയൂർ എത്തണമെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും യാത്രയുണ്ട് അവിടുന്ന്. അപ്പോൾ അങ്ങനെ ക്യൂ നിന്നിട്ട് തൊഴണമെന്ന് വെച്ചാൽ 8 മണി കഴിയും, സ്ത്രീകൾക്ക് തൊഴാനും പറ്റില്ല, ഞങ്ങൾക്ക് എത്താനും വൈകും. അപ്പോൾ അത്രയും തിരക്കായിരുന്നു അവിടെ വെച്ചാൽ, അത്രയും തിരക്കായിരുന്നു. അപ്പം അങ്ങനെ അവർ നേരെ ഉള്ളിൽ കടത്തിക്കൊണ്ടുപോയി ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മളെ ആ വിളക്ക് എന്താണ് ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അങ്ങനെ നേർന്നിട്ടാണ് അത്ര ഇത് പോവുക. അതൊന്നും നമുക്ക് നിശ്ചയില്ല. നമ്മളവിടെ ചെന്നപ്പോൾ വെള്ളിക്കോട എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ മനസ്സിലാഗ്രഹം എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ കഥകൾ ധാരാളം പറയാനും കേൾക്കാനും നാമം ജപിക്കാനും ഞങ്ങൾക്കൊക്കെ സാധിക്കണേ ഭഗവാനെ ഇന്ന് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതല്ലാണ്ട് നമുക്ക് എന്താ പ്രാർത്ഥനയുള്ളത്? അപ്പോൾ അതാണ് പ്രാർത്ഥിച്ചത് അവിടെ. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അത് വെച്ച്. അപ്പോൾ അതിന് കുറേ ചടങ്ങുകളുണ്ട് അവിടെ. അകത്തേക്ക് ഒരു പേഴ്സ് പോലും കൊണ്ടുപോകാൻ പാടില്ല, ഒക്കെ പുറത്ത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് മേടിച്ച് പുറത്ത് വയ്ക്കും. പുറത്ത് വെച്ചിട്ടേ പോകാൻ പറ്റില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചില്ലറ പൈസ എന്തെങ്കിലും വഴിപാടിനുണ്ടെങ്കിൽ കയ്യെ പിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇത്തിരി പ്രസാദം തരും, അത് നെറ്റിയിൽ തൊടണം. നെറ്റിയിൽ തൊട്ടതിന് ശേഷം കൈ നനച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇതിൻ്റെയൊക്കെ ആ ഒരു സങ്കല്പമെന്ന് തോന്നുന്നു, ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ അവിടുത്തെ തിരുമേനി തന്നെ കുറച്ച് ചില്ലറ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഓരോ രൂപ വീതം നമ്മുടെ കയ്യിൽ വെച്ച് തരും. അത് അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം.
അത് ഇതിനോടനുബന്ധിച്ചുള്ളൊരു ചടങ്ങാണ്. അവിടെയുള്ള എല്ലാവർക്കും ദക്ഷിണ കൊടുപ്പിച്ച് പിന്നെ പുറത്ത് വന്ന് അവിടെ അരി അളക്കുക, അതായത് ഭഗവാന് നിവേദ്യത്തിനുള്ള അരി അളക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് അരി അളന്നിട്ട് അതിൽ നിന്ന് ഒരു നാഴി അരി അളന്നിട്ട് അതിൽ നിന്ന് കുറച്ച് അരി നമുക്ക് തരും. നമ്മളോട് പറയും അത് വീട്ടിൽ കൊണ്ടുപോയി വച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. അരിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വച്ച് കഴിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നു. പിന്നെ അവിടെ നിന്ന് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവർ നമ്മളെ കൊണ്ടുപോകും. അവിടെ ചെന്നാൽ അവിടെയും വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ച് നമസ്കരിക്കണോട് കൂടിയിട്ട് ആ ഒരു ഇത് കഴിഞ്ഞു. നമുക്കിതൊന്നും അറിയണ്ടാവില്ല. നമ്മൾ സാധാരണ നിലയ്ക്ക് പോവുകയാണ്, അവിടെ തിരക്കൊന്നുമില്ല, അകത്ത് കയറി തൊഴുതിങ്ങോട്ട് പോരും. ഇതൊന്നും നമുക്ക് അറിയണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളിതൊക്കെ ചെയ്ത് തീരണ വരെ മീരയും ഹസ്ബൻഡ് വാസുദേവനും അവിടെ നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു ആതിഥ്യ മര്യാദയും സ്നേഹവും. നമ്മളുടെ കൂടെയുള്ളവരാരെങ്കിലൊക്കെ ആണെങ്കിൽ ഇത്ര നേരം കഴിയുമ്പോൾ മതി ഇനി പോവുക എന്ന് പറഞ്ഞ് പോകും. ഒരു മണിക്കൂർ ഇങ്ങനെ കാത്തു നിൽക്കുക എന്ന് പറയുമ്പോഴേ അത് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരും കണ്ണൂരാണ്. ചെന്നൈയിൽ ചെന്നപ്പോൾ ഞങ്ങളൊരാവശ്യത്തിന് ചെന്നൈയിൽ വിസയുടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ 3 മണി തൊട്ട് 6:30 വരെ ഇങ്ങനെ നിന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പുറത്ത് ഇരിക്കാൻ സ്ഥലമില്ല, നല്ല മഴയത്ത് കുടയും പിടിച്ച് ഇങ്ങനെ നിന്നു അവർക്ക്. പക്ഷെ അവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. അത്രയും ആതിഥ്യ മര്യാദയാണ്. ഞാൻ വേറെ എവിടെയും ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ നമുക്ക് അനുഭവമായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അവർ നമ്മളെ അവിടുന്ന് കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്ത് നിന്ന് അവരുടെ തന്നെ ഹോട്ടലുണ്ട് വരുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ അവിടെ പോയിട്ടാണ് ഞങ്ങൾക്ക് അന്ന് അവരുടെ അതിഥിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഹാരം തന്നത്. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ ആ കാരുണ്യം തന്നെയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കൊട്ടിയൂർക്ക് പോയി. ഒരു 11:30 കൊട്ടിയൂർ എത്തിയപ്പോൾ. വെളിച്ചാകുമ്പോൾ ഒരു 3-3:30 എണീറ്റ് ഒരു 5 മണിയോട് കൂടിയിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയി. നല്ല തിരക്കാണായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു 8 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് തൊഴുതേന്ന് പറഞ്ഞു. അവിടെ എത്തിയവരൊക്കെ അത്രയും തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. രാവിലെ 5 മണിക്ക് എത്തിയവർ 3 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് തൊഴുതത്. അതിന് ശേഷം വന്നവരൊക്കെ 8 മണിക്കൂറായിരുന്നു ക്യൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭഗവാന്റെ ഇച്ഛ പോലെ ആവട്ടെ എന്ന്. എനിക്ക് അവിടെ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് മഹാദേവനെ തൊഴണം എന്ന് വലിയ ആഗ്രഹം. നീറനൊടുത്ത് അങ്ങനെ പോയി തൊഴണമെന്ന്. ശരീരത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ കൂടെ വന്നവരോട് എല്ലാവരോടും പറഞ്ഞു, കാരണം നമുക്ക് എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ അവർക്കാണ് ബാധ്യത. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് അവിടെ ചെന്ന് കിടക്കുക വേണ്ടു, പിന്നെ ഞങ്ങളാവൊന്ന് പറയവർ. അപ്പോൾ ഞാൻ പറയും ഇനി ഇവിടെ വരുമില്ല എന്നൊന്നും നിശ്ചയമില്ല, അറിയില്ല ഇനി വരുമെന്ന്. ഒരു മനുഷ്യന് ഒരു തവണ വന്നാൽ അത് കിട്ടിയത് കിട്ടി, നാളെ ആവാം മറ്റന്നാളാവാമെന്ന് പറഞ്ഞ് നീട്ടി വെച്ചാൽ പറ്റില്ല. ഇനി ഈ ജന്മം ഇവിടെ എത്തിപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് മുങ്ങി കുളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആരും എതിരൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന്. ഒരാളെന്തെങ്കിലും ഒരു എതിര് പറഞ്ഞാൽ പിന്നെ നമുക്ക് മുങ്ങി കുളിക്കുകയായിരിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈശ്വര പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് അവർക്ക് അലോഗ്യമായി ഉണ്ടാവും. അതന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. സുഖമായിട്ട് മുങ്ങി കുളിച്ച് ആ ഇറനോടുകൂടി തലയിലൊന്നിങ്ങനെ തോർത്തിന്ന് വരുത്തി, അത്ര തന്നെയുള്ളൂ. അങ്ങനെ ഇറനോടുകൂടി അവിടെ ചെന്നു. കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത്ര വലിയ ക്യൂ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളൊരു 5:30 അവിടെ ചെന്ന് നിന്നിട്ട് 6:30 ആയപ്പോഴേക്കും തൊഴുത് കഴിഞ്ഞു. ഞങ്ങളുടെ സുഖമായിട്ട് തൊഴുത്തു, നന്നായിട്ട് തൊഴാൻ പറ്റി എല്ലാ ദിക്കിലും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തറ മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു തറ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അപ്പുറത്ത് നീങ്ങിയിട്ടൊരു ഭാഗത്ത് പാർവതി ദേവിയുടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊട്ടിയൂര് എന്ന് പറഞ്ഞാൽ ദക്ഷയാഗത്തിൻ്റെ കഥ നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. ദക്ഷൻ ഒരിക്കൽ പ്രജാപതിയായിട്ടിരിക്കുന്ന സമയത്ത് ശിവനെ നിന്ദിച്ചു എന്നും അതിനുശേഷം ശിവന് ആരും യാഗം നടത്തിയാൽ ശിവന് ഭാഗം കൊടുക്കരുതെന്നും ഒക്കെ പറഞ്ഞ് ആരും യാഗം നടത്താണ്ടായപ്പോൾ ഒടുവിൽ ദക്ഷൻ തന്നെ യാഗം നടത്താൻ തീരുമാനിച്ചു. ശിവനെ ക്ഷണിച്ചില്ല. പാർവതീദേവി സതീദേവിയാണെന്ന്, പാർവതി അല്ല സതിയാണ്. സതീദേവി കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞാൻ വരണില്ല, ദേവിക്ക് വേണമെങ്കിൽ പോവാം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത്ര അപ്പോൾ ഭഗവാൻ അറിയാം എന്ത് സതീദേവിയുടെ ആയുസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. നിർബന്ധമായിട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, അച്ഛനെ ചിന്തിച്ചിട്ട് ഇവിടെ ദേഹം വെടിയും. അപ്പോൾ ആ ഗതി ഉണ്ടാവില്ല. അവിടെ ചെന്നാൽ ആരെയാണ് ചിന്തിക്കുക, മഹാദേവനെയാണ് ചിന്തിക്കുക. അതോടുകൂടിയിട്ട് അത് ആ മഹാദേവനോട് കൂടി തന്നെ ചേരും
എന്നുള്ളത് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞയക്കുക ചെയ്യണേ. അവിടെ ചെന്നിട്ട് അവിടെ ശൈവ നിന്ദ കാണുമ്പോൾ ദേവി ദുഃഖത്തോടു കൂടിയിട്ട് തൻ്റെ പാതിപത്യത്തിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തിൽ സ്വയം അഗ്നി ജ്വലിപ്പിച്ചിട്ട് അവിടെ ദേഹത്യാഗം ചെയ്യണു. അതിൽ ക്രുദ്ധനായിട്ട് അവിടെ നിന്ന് ശിവൻ്റെ കിങ്കരന്മാരായിട്ടുള്ള ഭൂതഗണങ്ങളൊക്കെ വന്നിട്ട് യാഗശാല നശിപ്പിക്കുന്നു. അങ്ങനെ ആ നശിപ്പിച്ച യാഗശാലയാണ് പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തന്നെ മഹാദേവൻ തന്നെ വന്നിട്ട് ദക്ഷനെ വധിക്കുന്നുണ്ട്. ദക്ഷൻ്റെ തല അറുത്തിട്ട് ഹോമാഗ്നിയിലിട്ട് അറുത്തിടണമൊക്കെ ഉണ്ട്. പിന്നീട് ഭഗവാൻ തന്നെ വന്നിട്ട് ആടിൻ്റെ തല വച്ചിട്ട് ദക്ഷന് മോക്ഷമൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ആ ഒരു സ്ഥലത്ത് ആ യാഗഭൂമി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കണത്. അപ്പം അവിടെയാണ് അതാണ് ആ സങ്കല്പ ഭൂമിയിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ധാരാളം ഓടപ്പൂവൊക്കെ കൊണ്ടുവരാറുണ്ട്. ഓടപ്പൂവ് വെച്ചാൽ എന്താ വെച്ചാൽ ഭൃഗു മഹർഷിയുടെ താടിയാണ് അത്ര ഓടപ്പൂവ്. ഭൃഗു മഹർഷിയുടെ താടിയാണ് ഓടപ്പൂവ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ എന്താ കഥ പറഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം മറന്നു പോകും. അതാണ്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഇങ്ങനെ പറയുകയാണ്, ഈ ഭൃഗുമഹർഷിയുടെ താടി ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശിവനിന്ദ ചെയ്യേണ്ടേ. ആദ്യം തന്നെ ദക്ഷൻ പ്രജാപതിയായിരിക്കുന്ന സമയത്ത് ഒരു സഭയിലേക്ക് കയറി വന്നപ്പോൾ ശിവൻ എഴുന്നേറ്റ് നിന്നില്ല എന്നിട്ട് ശിവനെ ഇങ്ങനെ നിന്ദിക്കുകയാണ്. ശിവൻ എന്നത്രേ പേര്, അശിവാണ്, അങ്ങനെയാണ് ഓരോന്നും പറഞ്ഞിട്ട് ശിവനെ ഇങ്ങനെ ദേഷിക്കുക ചെയ്യണത്. എൻ്റെ മോളാണെങ്കിലോ അതിമനോഹരമായിട്ട് ആ സുന്ദരമായ മാൻപേട പോലെയുള്ള കണ്ണുകളോട് കൂടിയത്, ഇത് മർക്കടലോചനൻ എന്നൊക്കെ പറഞ്ഞ് കുറേ നിന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ ഭൃഗുമഹർഷി തൻ്റെ ആടിൻ്റെ പോലത്തെ ഒരു താടിയാണ് ഇങ്ങനെ, അതിൻ്റെ താടിയുടെ അതേ രൂപമാണെന്നാണ് പറയണതിന്. അതിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ ഈ നിന്ദയെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഭൃഗുമഹർഷി അവിടെ ദക്ഷൻ നടത്തിയ യാഗം അലങ്കോലായ സമയത്ത് എന്ത് ചെയ്തു, ഈ ഭൃഗുമഹർഷിയുടെ താടി വലിച്ചങ്ങട് ഈ ഹോമകുണ്ടത്തിലിട്ട് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ആ താടിയുടെ എന്നിട്ട് പിന്നീട് ആടിൻ്റെ താടി എന്തോ വെച്ച് കൊടുക്കണ്ട്, എടുത്ത് വെച്ചോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഓടപ്പൂവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക, ഇയാൾ ശിവനിന്ദ ചെയ്ത ആളല്ലേ. ഈ ശിവനിന്ദ ചെയ്ത ആളുടെ ഈ താടിയൊക്കെ നമ്മൾ എന്തിനാ നമ്മുടെ വീട്ടിൽ, സത്യമായിട്ടും ആലോചിച്ച കാര്യമാണ്, ഇതൊക്കെ എന്തിനാ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നിങ്ങനെ എല്ലാവരും കാണല്ല. അത് കാണാനോർത്ത് അതും പറയുന്നുണ്ട്, ഉമ്മർത്ത് കാണാവുന്നോർത്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ, എന്നും കാണുന്ന രീതിയിൽ, പൂജാമുറിയിലൊന്നല്ല അത്ര ഇത് കൊണ്ടുവയ്ക്കണ്ടേ, നമ്മൾ ഉമ്മർത്ത് എവിടെയെങ്കിലും കാണുന്ന രീതിയിൽ കെട്ടിയിട്ട് വെക്കുന്നത്. പിന്നീടാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞു തന്നെ അതിൻ്റെ ഒരു പിന്നീടാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെ ഭഗവാൻ പറയുന്നത്. പിന്നെയാണ് ബോധ്യമായത്. എന്താ വെച്ചാൽ ഈശ്വരനിന്ദ ചെയ്താൽ എന്താണെന്നുള്ളത് നമ്മളെ അറിയാം. ഈശ്വരനിന്ദ ചെയ്യരുത്. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, ഈശ്വരനിന്ദ ചെയ്യരുത് കേട്ടോ. ഈശ്വരനിന്ദ ചെയ്തതിൻ്റെ പ്രതീകം എത്രയോ കാലമായി ദക്ഷയാഗം കഴിഞ്ഞിട്ട്, ഇത്ര കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ ഒരു ഓടപ്പൂ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താ, ഈശ്വരനിന്ദ ചെയ്യരുത്, ഈശ്വരനിന്ദ ചെയ്യരുത് എന്നുള്ളതാണ്. എത്ര നിന്ദ ചെയ്തവനാണെങ്കിലും ആ ഭഗവാനോട് സംസ്ഥാപരാധം പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ഭഗവാൻ അത് ക്ഷമിക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്ന ഒന്നാണ് ഈ ഓടപ്പൂവ്. അപ്പോൾ ആദ്യം ഞാനിതൊന്നും വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഓടപ്പൂവ്, കാരണം ഇങ്ങനെയല്ല, എന്തിനാ ഈ ഓടപ്പൂവ് എന്ന്. പിന്നെ ഇതിങ്ങനൊരു കാര്യം, പിന്നെ എന്താ വെച്ചാൽ അവിടെ ഒരുപാട് പേര് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കണവരുണ്ട്. നമ്മളെ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പൈസ ഭണ്ഡാരത്തിലൊക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്യുക, അത് വേണ്ടാന്നല്ല, അത് വേണം, എന്നാലും അതിനേക്കാളൊക്കെ അതുപോലെ നന്മയല്ലേ ഇത് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള ഓടപ്പൂവ് അതാണ് അവിടെ പ്രധാനമായിട്ട് അവിടുന്ന് വാങ്ങാൻ കിട്ടേണ്ട ഓടപ്പൂവാണ്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ആ കൊട്ടിയൂർ വിശേഷങ്ങൾ. അപ്പോൾ കൊട്ടിയൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ, ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഈ തറ നിൽക്കണത് അതിൻ്റെ ചുറ്റും വെള്ളമാണ്. വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. അങ്ങനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് അതിൻ്റെ ആ തറയുടെ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കിണർ പോലെ ഒരു ഇതുണ്ട്, അവിടെ വെള്ളമുണ്ട്. അത് ശുദ്ധമായ തെളിഞ്ഞ്, ഇതൊക്കെ കലങ്ങിയ വെള്ളമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് തീർത്ഥമാണ് എന്ന് പറയണം. ഭഗവാന്റെ പാദതീർത്ഥമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അത് സേവിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരണു. പിന്നെ തിരിച്ചു വന്നാൽ അപ്പോൾ ഇക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പൂന്താനം മുത്തശ്ശനൊക്കെ ഇരുന്നിട്ട് ഭാഗവതം വായിച്ചു.
അപ്പോൾ അത് കേട്ടിട്ട് ഭഗവാൻ തന്നെ അതിൽ അലിഞ്ഞു പോയി. പിന്നീട് ആ ഭാഗവതം എടുത്തിട്ട് ഭഗവാൻ വായിച്ച കഥയൊക്കെ അത് ഈ ഇക്കരെ കൊട്ടിയൂരാണ് നടന്നതെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇക്കരെ കൊട്ടിയൂർ നട അടച്ചു കിടക്കുകയുള്ളൂ, തുറക്കില്ല. അവിടെ ക്ഷേത്രം തുറന്നുണ്ടാവും, ആ തിരുനട അടഞ്ഞു കിടക്കുകയുള്ളൂ. ഇവിടെ പൂജ തുടങ്ങിയാൽ ഈ തിരുനട തുറക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടേ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പിന്നെ പൂജകളോ കാര്യങ്ങളോ അവിടെ അങ്ങനെ കിടക്കും. അവിടെ വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ ആ വർഷത്തിലൊരിക്കലേ ഇവിടെ അടഞ്ഞു കിടക്കും. എങ്കിലും ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പ്രദക്ഷിണം വെച്ച് ആ പൂന്താനം മുത്തശ്ശിനെയൊക്കെ അനുസ്മരിച്ച് അവിടെ ആ ഭാഗവതം, എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർത്ത് ആ ഭാഗവതത്തിന് അത്രയും പ്രിയമുള്ള ആ മഹാദേവൻ നമ്മുടെ ഉള്ളിലും ആ ഭഗവാനെ ഭാഗവതത്തിനോടും ഭഗവത് നാമങ്ങളോടൊക്കെ ഭക്തി ഉണ്ടാക്കി തരണേ, പൂന്താനം മുത്തശ്ശനെ പോലെ ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അത്രയ്ക്കും നമ്മളായിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മനോരാജ്യത്തിൽ നാം എന്തിന് അർദ്ധരാജ്യം കൊതിക്കണം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാലോ. നമുക്ക് ഏതെങ്കിലും ഒരു ജന്മം നമുക്ക് ആ പൂന്താനം മുത്തശ്ശനാവാൻ സാധിച്ചാൽ ഭാഗ്യയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ദിക്കിലൊക്കെ തൊഴുന്നത് ഈ 3 നേരത്തെ പറഞ്ഞ തൃച്ചംബരം, രാജരാജേശ്വര ക്ഷേത്രം, പിന്നെ അതുപോലെ വൈദ്യനാഥ ക്ഷേത്രം 3 ദിക്കിലും തൊഴുന്നത് രോഗങ്ങൾക്ക് ദുരിതങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവാനാണെന്ന് ഒരുപാട് പേര് അവരുടെ രോഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കരയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവരുടെയൊക്കെ ആ രോഗശാന്തി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. അതൊക്കെ ആ രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചു, അവിടെ നമസ്കരിച്ചു പോന്നു. അങ്ങനെ കൊട്ടിയൂര് തൊഴുത് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുടെ ക്ഷേത്രത്തിൽ അവിടെ നിന്നാണ് ഈ കഥകളിയൊക്കെ ഉണ്ടാവാൻ തുടക്കം. അവിടെ നിന്നാണ് അത്ര കഥകളിയൊക്കെ തുടങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട്. ദേവി മിഴാവിൻ്റെ, അതായത് മൃദംഗം, അതിൻ്റെ ഭാവത്തിൽ ദേവിക്ക് ഇതാ ഒരു ഭക്തൻ്റെ ഒരു ഭക്തിയുടെ ഇത് കണ്ടിട്ട് മനോഹരമായിട്ട് സംഗീതം കൊണ്ട് ആരാധിച്ചപ്പോൾ ദേവി ആ മൃദംഗമായിട്ട് വന്ന് അനുഗ്രഹിച്ചു അത്രേ. ആ അങ്ങനെയാണ് മൃദംഗത്തിൻ്റെ ശില അവിടെ ഇപ്പോഴും ഇപ്പം അത് പിടിച്ച് കിടക്കുകയാണ് അവിടെ. അങ്ങനെയുള്ള ആ സ്ഥലമാണ് മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ സരസ്വതിയുടെ ഭാവമുണ്ട്. അവിടെ നമ്മുടെ മൂകാംബികയ്ക്ക് തത്തുല്യമായിട്ടുള്ള സ്ഥലമാണ്. മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി 3 സങ്കല്പങ്ങളുണ്ട് അവിടെ. ശ്രീ പാർവതി, പിന്നെ എന്താ വെച്ചാൽ സരസ്വതി മണ്ഡപം വേറെ ഉണ്ട് അവിടെ. അപ്പം നമ്മളിവിടെ മൂകാംബികയിൽ ചെയ്യണ പോലെ അവിടെയും ചെന്നിട്ട് നൃത്തങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുമല്ലോ, അതുപോലെ അവിടെയുണ്ട്. പക്ഷേ എഴുത്തിനിരുത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ധാരാളം എഴുതുന്നവർ, ഗായകർ, അതുപോലെ പാട്ട് എഴുതണവർ, ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള രചയിതാക്കളുണ്ടല്ലോ, കഥയും കവിതയൊക്കെ അങ്ങനെ ഈശ്വരനെ പറ്റിയിട്ട് പാട്ടൊക്കെ എഴുതണവർ, ഈശ്വരകഥ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ എഴുതണവർ, ഗായകർ, അവർക്കൊക്കെ ഏറ്റവും അനുഗ്രഹമാണ് ദേവിയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവുന്ന കേട്ടെ. മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് അതും. അവിടെയും പോയിട്ട് തൊഴാനായിട്ട് സാധിച്ചു. എല്ലാ ദിക്കിലും തൊഴുതു. എല്ലാ ദിക്കിലത്തെ പ്രസാദങ്ങളും നിങ്ങൾക്കൊക്കെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് അമ്പലത്തിലേക്ക് നാളെ കൊണ്ടുവന്നാൽ എല്ലാവരും എത്തിയില്ലെങ്കിലും വെച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചേ. അപ്പോൾ എന്തായാലും വന്നവർക്കൊക്കെ ഇന്ന് ഇവിടെ തരാൻ, ബാക്കിയുള്ളവർക്ക് കാരണം അവിടെ നിന്ന് കിട്ടിയതൊക്കെ അപ്പം പായസം അതൊക്കെയാണ് കിട്ടിയേക്കണം. അതൊക്കെ കേടായി പോവുമല്ലോ ഒരു ദിവസം കൂടി ഇരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം പറ്റുന്നത്, കേടാവാത്തത് പറ്റുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാം, ബാക്കിയുള്ളതൊക്കെ നമുക്കിവിടെ പങ്കുവയ്ക്കാം. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങളിൽ മനസ്സുകൊണ്ട് നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും പറ്റുന്നത് പോലെ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ മൃദംഗ ശൈലേശ്വരി പോകണമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചതാണ്. അത്രയും മനോഹരമായ ഒരു ക്ഷേത്രം. അവിടെ ചെല്ലുമ്പോഴും ഉണ്ട് കേട്ടോ, ഗുരുവായൂർ പോലെ തിരക്കല്ല അതിക്കിലുണ്ട്. പക്ഷേ അവിടെയുള്ളവരൊക്കെ എത്ര സൗമ്യമായിട്ടാണ് നമ്മളോട് പറയണേന്നറിയോ. എന്തൊരു സൗമ്യമായിട്ടാണ് പറയണേ. അതിങ്ങനെ പറഞ്ഞ് ചിരിച്ച് സൗമ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പിന്നെ ഞാൻ കണ്ട് രസിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്വഭാവം വേഗം മാറും എന്ന് പറയണോർത്ത് ഒന്നും കൂടി നിന്ന് തൊഴാനുണ്ട് നമുക്കൊരു ജ്വരം. അതിൻ്റെ അപ്പുറത്ത് ചെന്നാൽ ആരും ഇല്ല മാറുമെന്ന് പറയാൻ. അപ്പുറത്ത് ഗണപതി ഉണ്ട്, അയ്യപ്പൻ, അവിടെ ആരും മാറുമെന്ന് പറയാല്ലേ. അവിടെ എത്ര നേരം വേണമെങ്കിലും നിന്ന് തൊഴാം.
അവിടെ ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് പോകും. കാരണം ആരും മാറും. അപ്പം ഞാൻ വിചാരിക്കും മാറും എന്ന് പറയണത് എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. പക്ഷെ അവിടെ നിന്ന് അതേ ഭാവത്തിൽ അപ്പുറത്ത് ഉണ്ടെങ്കിലും അവിടെ നിന്ന് തൊഴുക എന്നുള്ളതില്ല. അപ്പം നമുക്ക് നമ്മുടെ അതൊരു തമാശയ്ക്ക് എനിക്കങ്ങനെ തോന്നിയിട്ട് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു തമാശയാണ് കേട്ടോ. എന്നാലും നമ്മളെപ്പോഴും ചെയ്യണ ഒരു കാര്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതേ ഈ ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാവത്തിൽ തൊട്ടടുത്തുണ്ട്. അപ്പം അങ്ങനെ ആ മാറുമെന്ന് പറയുമ്പോൾ പിന്നിൽ വരുന്നവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് അവർ പറയണത്. പക്ഷെ അവിടെ നിന്ന് അത് പറഞ്ഞത് കേൾക്കാൻ നമ്മൾ ഒന്നുകൂടി വട്ടം തിരിഞ്ഞ് നിൽക്കുക. അവിടെ അപ്പുറത്തേക്ക് നീങ്ങി ആരും ഇല്ല മാറുമെന്ന് പറയാം. അപ്പോൾ അവിടെ അങ്ങോട്ട് വേഗം ഒന്നിങ്ങനെ നോക്കി തൊഴുതു പോകും. അവിടെ ആരാളുള്ളത്? ഗണപതി ഉണ്ട്, ദക്ഷിണാമൂർത്തി ഉണ്ട്. ദക്ഷിണാമൂർത്തിയുടെ അടുത്തൊക്കെ നിന്ന് എത്ര നേരം പ്രാർത്ഥിച്ചാലും മതിയാവില്ല അല്ലേ? ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. സർവലോകത്തിനും ഗുരുവാണ്, എല്ലാ വിദ്യയ്ക്കും നാഥനാണ്. അതുപോലെ എല്ലാ രോഗങ്ങൾക്കും നിൽക്കുന്ന വൈദ്യനാഥനാണ്. ഇതൊക്കെ അടങ്ങിയ ഭാവമാണ് ദക്ഷിണാമൂർത്തിയുടെ ഭാവം. ആ ഭഗവാൻ എല്ലാ ഭാവങ്ങളും ചേർന്നതാണ്. അവിടെയൊന്നും അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇവിടെ നിന്നാ മാറും എന്ന് പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ എല്ലാവരും അവിടെ കൂടി നിന്നേനെ. അപ്പം അതെന്താന്ന് വെച്ചാൽ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ മനസ്സിലാക്കി തരികയായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു ഭാവം കൂടി കണ്ടു. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു യാത്ര നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചു വന്നത്. ഇനി നമുക്ക് ആ പതിവ് പോലെ ആ നാമം ജപിച്ച് ഇവിടെ സമർപ്പിക്കാം. നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ ഒരു സങ്കല്പം വയ്ക്കുക. ഒരു വാരപ്പൻ്റെ മുമ്പിലാണെന്നോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എടുത്തിട്ടാണെന്നോ എന്തെങ്കിലും ഒരു സങ്കല്പം വെച്ചിട്ട് ആ കണ്ണനെ ഏത് ഭാവത്തിലായാലും ഓടി നടക്കണ കണ്ണനോ ഒക്കത്തെടുക്കണ കണ്ണനോ താലോലിക്കണ കണ്ണനോ ആ ഭാവം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് കണ്ണൻ്റെ കൂടെ മനസ്സുകൊണ്ട് ആ നമുക്ക് കൃഷ്ണലീലകളിലൂടെ സഞ്ചരിക്കാൻ ഓർത്തുകൊണ്ട് നാമം ജപിക്കുമ്പോൾ അത് കൂടുതലും നമുക്ക് അനുഭവമായിട്ട് തീരട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ,
कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम राम
സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജയ ജയ ശ്രീ രാധേശ്യാം. നമുക്ക് അധികം നാമം ജപിക്കാനൊന്നും സമയം ഉണ്ടായില്ല. കാരണം പെട്ടെന്ന് തന്നെ തീരുമാനിച്ച ഒരു സത്സംഗമായതുകൊണ്ട് പലർക്കും അവരവരുടെ വീട്ടിൽ എന്നിട്ട് പിന്നെ അതുമാത്രമല്ല വൈകുന്നേരമായ മഴയായി. പിന്നെ ഷീലയ്ക്ക് റിക്ഷ വരും. ഇപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി വന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇത് ഭഗവാനോട് പ്രേമഭക്തി ഉണ്ടാവണേ, കൂടുതൽ സന്തോഷത്തോടുകൂടി നാമം ജപിക്കാനും ഭഗവത് കഥകൾ കേൾക്കാനും സാധിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാർത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവ്വരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മംഗളരൂപിണി ഭവതലയിൽ നിന്നെ സ്വയം വരട്ടെ ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം ആധാസഹായമതിസുന്ദരമംഗ